നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ മേഖലയിൽ കനത്ത നാശനഷ്ടം. ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ആനയൂട്ട് നടന്നു. കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ കൊടകര മരക്കുളങ്ങരയിൽ കാരക്കട മോഹനന്റെ കോൺക്രീറ്റ് വീടിന് മുകളിൽ പ്ലാവ് കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. മരക്കുളങ്ങര പാണ്ടാരിക്കൽ സുകുമാരന്റെ വീടിന്റെ മുകളിലേക്കും സമീപത്തെ വൈദ്യുതി ലൈനിന് മുകളിലേക്കും മരം വീണു. KCB അധികൃതരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തമൊഴിവായത്. മറ്റത്തോർക്കുന്ന് പടിഞ്ഞാറേക്കുടി ജയന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 അപകടം. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊടകര പഞ്ചായത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞു. കരയാമ്പാടത്തെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. കനത്ത മഴയും കുറുമാലിപ്പുഴയുടെ ഒഴുക്കിനുണ്ടായ തടസ്സവുമാണ് കൃഷി വെള്ളത്തിലാകാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ കെട്ടിയ താൽക്കാലിക മൺചിറ പൂർണ്ണമായും നീക്കാത്തതാണ് വേഗത്തിൽ വെള്ളം ഉയരാൻ കാരണമായതെന്നും കർഷകർ ആരോപിച്ചു. മഴ ശക്തമാകുന്നതോടെ ചിറയുടെ നടുഭാഗം ഒഴുക്കിൽ സ്വാഭാവികമായി തകരുകയാണ് പതിവ്. പുഴയുടെ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗം പൊളിച്ചു നീക്കാത്തതാണ് ഒഴുക്കിനെ ബാധിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറുകയായിരുന്നു. ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ ചിറയുടെ അവശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷക മോർച്ച നേതാക്കളായ K. രാജ്കുമാർ, അജിതൻ നെല്ലിപ്പറമ്പിൽ എന്നിവർ ആവശ്യപ്പെട്ടു. തോട്ടുമുഖം പമ്പ് ഹൌസ് വഴിയും വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പിംഗ് നിർത്തിവെച്ചു. ഓപ്പറേറ്റർമാർക്ക് പമ്പ് ഹൌസിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് പമ്പിംഗ് നിർത്താൻ കാരണം. മഴ ശക്തമായതോടെ പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. പന്തല്ലൂർ ജനത UP സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. നിലവിൽ ഒരു കുടുംബത്തെയാണ് ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. മഴ ശക്തമായി തുടരുന്നു. വ്യാപക നാശം. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വൈദ്യുതി വിതരണം തടസ്സമായി. റോഡുകളിൽ വെള്ളം കയറി. ജനം ദുരിതത്തിലുമായി. മരങ്ങൾ വീണും വലിയ നാശം സംഭവിച്ചു. ചാലക്കുടി പുഴയിൽ വെള്ളം വലിയ തോതിൽ കൂടിയതോടെ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സമായി. ചാലക്കുടിയെയും പടിഞ്ഞാറെ ചാലക്കുടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടിപ്പാതയിൽ വെള്ളം കയറിയതോടെ ടൌൺ ചുറ്റിപ്പോകേണ്ട അവസ്ഥയാണ്. മുരിങ്ങൂർ ഡിവൈൻ നഗർ മേൽപ്പാലത്തിന്റെ 2 വശങ്ങളിലും വെള്ളം കയറി ചെറിയ വാഹനങ്ങൾക്ക് പോകുന്നത് ബുദ്ധിമുട്ടിലായി. കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാലിൽ വെള്ളം കയറി റോഡ് മുങ്ങി. വാളൂർ വെസ്റ്റ് കൊരട്ടി നടവരമ്പ് റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സമായി. പുഴയിൽ നിന്നും തോട്ടിലേക്ക് വെള്ളം കയറി പാടശേഖരം നിറഞ്ഞതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണം. മഴ ശക്തമായതോടെ മേലൂർ പൂലാനി പാറക്കുളം നിറഞ്ഞു കവിഞ്ഞു. പൂലാനി കൊമ്പൻപാറ തടയണയുടെ അപ്രോച്ച് റോഡിലും വെള്ളം കയറിയിരിക്കുകയാണ്. നഗരസഭയിലെ കോട്ടാറ്റ് തിരുത്തിപ്പറമ്പ് റോഡിൽ വെള്ളം കയറി യാത്ര തടസ്സമാണ്. ഇതിനു പുറമെ പല താഴ്ന്ന ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് വലിയ തേക്ക് മരം കടപുഴകി വീടിന്റെ ട്രസ് പൂർണ്ണമായി തകർന്നു. എലിഞ്ഞിപ്ര കമ്പനിപ്പടിക്ക് സമീപത്തുള്ള ചുള്ളിയാടൻ വിജിലിന്റെ വീടിന്റെ പുറകിലെ ട്രസ്സാണ് തേക്ക് മരം വീണ് തകർന്നിരിക്കുന്നത്. പുറകുവശത്തെ മതിലും മരം വീണ് തകർന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സമീപത്തെ മണവാളൻ ദേവസിയുടെ പറമ്പിൽ നിന്നിരുന്ന വലിയ തേക്കുമരം കാറ്റിൽ കടപുഴകി വീണത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി വീട്ടുകാർ പറഞ്ഞു. കാറ്റിൽ വെറ്റിലപ്പാറ, അരൂർമുഴി, കരിമത്ര ഉഷയുടെ വീടിന്റെ മുകളിലേക്ക് പ്ലാവ് മറിഞ്ഞ് വാർക്ക വീടിന്റെ ഒരു ഭാഗം തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റിലാണ് അപകടം സംഭവിച്ചത്. കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. ചാലക്കുടി ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് വന്ന ലോറിയാണ് കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞത്. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം.
നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ച് സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. ഈ സമയം തൊട്ടു പിന്നിലൂടെ കടന്ന് വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വൻ അപകടമൊഴിവായി. ഇടിയുടെ ആഘാതത്തിൽ ലോറി ഭാഗികമായി തകർന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ആനയൂട്ട് നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 15 പിടിയാനകളടക്കം 70ഓളം ആനകൾ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ടിൽ പങ്കെടുത്തു. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് ആനകൾക്കായി അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. രാവിലെ 9:30 ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ട് തുടങ്ങി. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട്. വെറ്ററിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. വനം മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 1 കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷൂർ ചെയ്തിരുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ ഒരുക്കങ്ങളെല്ലാമായി 64 ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത്. ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട്, പുതുപ്പള്ളി കേശവൻ, കുഞ്ചു ആനയുണ്ട്, ഗുരുവായൂർ ദേവസ്വം നിന്ന് 7 ആനകളുണ്ട്. ഗുരുവായൂരിൽ നിന്നും ലക്ഷ്മി എന്ന ആനയ്ക്കാണ് ആദ്യത്തെ ഊട്ട് കൊടുക്കുക. ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണ നമ്പൂരി ആദ്യ ഉരുള കൊടുത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം 64ഓളം ആനകളാണ് പങ്കെടുക്കുന്നത്. ഇത് 42ാമത്തെ വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് നടത്തുന്നത്. അയോധ്യയിലെ രാംലല്ലയുടെ വേഷത്തിൽ കർക്കടക പുലരിയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി എത്തിയ പ്രണയ പ്രശാന്ത് ഭക്തരുടെ മനം കവർന്നു. കർക്കടകം 1 ഇന്നു മുതൽ ആരംഭിച്ച നാലമ്പല ദർശനത്തിന് തിരക്ക് പൊതുവെ കുറവായിരുന്നുവെങ്കിലും ശ്രീരാമന്റെ ബാല്യകാലത്തിലുള്ള പ്രതിഷ്ഠയായ അയോധ്യയിലെ രാംലല്ലയുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയാണ് തൃശൂർ വടൂക്കര സ്വദേശികളായ പ്രശാന്ത് പ്രിയ ദമ്പതികളുടെ മകൾ പ്രണയ പ്രശാന്ത് ദർശനത്തിനെത്തിയത്. 3 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന പ്രണയയുടെ വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിലെ രാംലല്ലയിൽ പോയി ദർശനം നടത്തി അവിടെ നൃത്തം ചെയ്യണമെന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്ന്, പിന്നീട് അത് സാധിപ്പിച്ചു തരാമെന്നും പകരം ഇപ്പോൾ ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താമെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ പിന്നെ രാംലല്ലയുടെ വേഷത്തിലാകാം സന്ദർശനം എന്ന് തീരുമാനിച്ചു. പ്രണയ നൃത്തം അഭ്യസിക്കുന്ന നൃത്താഞ്ജലി കലാക്ഷേത്രത്തിലെ അഖില ടീച്ചറാണ് പ്രണയയെ രാംലല്ലയുടെ വേഷത്തിൽ അണിയിച്ചൊരുക്കിയത്. വടൂക്കര ഗുരുവിജയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണയ ഉപജില്ലാ കലോത്സവത്തിലടക്കം നിരവധി വേദികളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ നൃത്തം ചെയ്ത് വിജയം കൈവരിച്ചു. ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിനായി എത്തിയവരെല്ലാം രാംലല്ല വേഷത്തിലുള്ള പ്രണയയ്ക്കൊപ്പം ഫോട്ടോകളും പകർത്താനുള്ള തിരക്കായിരുന്നു. ശരിക്കുള്ള പേരെന്താ? എന്താ ഇങ്ങനെ ഒരു വേഷം കെട്ടാനായിട്ട് തീരുമാനിച്ചത്? എനിക്ക് രാമലല്ലയൊക്കെ ആവാൻ ഭയങ്കര ഇഷ്ടാ. അയോധ്യയിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാന് അച്ഛനോട് പറഞ്ഞു എനിക്ക് അയോധ്യയില് പോണം. അച്ഛൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് തൃപ്രയാറില് നാലമ്പലം കണ്ടു വരാന്ന് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,750 രൂപ, പവന് 54,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ മേഖലയിൽ കനത്ത നാശനഷ്ടം. ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു. കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.